കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കെന്നഡി ഫുട്ബോൾ ലീഗിന്റെ മൂന്നാം ഘട്ട മത്സരങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മുൻ ഇന്ത്യൻ താരം CV സീന ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കെന്നഡി ഫുട്ബോൾ ലീഗിന്റെ മൂന്നാം ഘട്ട മത്സരങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മുൻ ഇന്ത്യൻ താരം CV സീന ഉദ്ഘാടനം നിർവഹിച്ചു. അല്ല, എന്റെ 5 വിരൽ 5 സൈസ് ആയിരിക്കണം. എനിക്ക് ഇതിന്ന് ഒരു വിരൽ പോയി എന്റെ ഒരു കടലാസ് എടുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും വേണ്ടേ? എല്ലാ വിരലും വേണ്ടേ? അപ്പൊ ആവശ്യമില്ലാത്ത ആരെന്ത് തന്നാലും മേടിക്കരുത്, ആർക്കും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കരുത്. നമ്മുടെ ലഹരി നമ്മുടെ ഫുട്ബോൾ ആയിരിക്കണം, നമ്മുടെ അത്ലറ്റിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പായിരിക്കണം. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലഹരി. ജീവിതത്തിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾ ഭൂമിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ലഹരി ആരെങ്കിലും തന്നാൽ ഉറപ്പായിട്ട് ഞാൻ നെഞ്ചത്തെ വെച്ച് പറയാം, 5 വർഷത്തിൽ കൂടുതൽ അവർ ജീവിച്ചിരിക്കില്ല. ഓരോ അവയവങ്ങളും നശിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കൂട്ടത്തിൽ ഓരോരുത്തരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറ്റും. ഇത് ഉപയോഗിക്കുന്നവരെയും ഉറക്കം നിൽക്കുന്നവരെയും എനിക്ക് ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കാൻ പറ്റും. എനിക്ക് അത്തരം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഫുട്ബോൾ കോച്ചിങ്ങിൽ. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത എന്ത് കഴിച്ചാലും നിങ്ങൾ ഉറങ്ങൂല, പിന്നെ നിങ്ങൾ 5 ദിവസം കിടന്നുറങ്ങിപ്പോവും. ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് ഇതാൻ പറ്റില്ല. എത്ര 1 മണിക്കൂറോ 2 മണിക്കൂറോ സുഖത്തിൻ്റെ മുകളിൽ നിന്നാലും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അത് നമ്മൾ തിരിച്ചു വന്നേ പറ്റൂ. അത് തിരിച്ചറിയണം. ഓരോ അവയവങ്ങൾ ഇല്ലാതാകരുത്. കണ്ണറിയാൻ പാടാത്തവരെ കണ്ടിട്ടുണ്ടോ? വികലാംഗരെ കണ്ടിട്ടുണ്ടോ? അതുപോലെയാണോ നിങ്ങൾ? എല്ലാം തമ്പുരാൻ തന്നില്ലേ, പിന്നെ എന്തിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്ത് നശിക്കണം? അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ അതിൻ്റെ? എത്ര കാലം കൊണ്ട് നിങ്ങൾ ഇനി വീട്ടുകാരെ നോക്കും? പറ, എത്ര കാലം കൊണ്ട് നിങ്ങൾ വീട്ടുകാരെ നോക്കും? ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സ് ഇപ്പൊ എത്ര? അയ്മൻ അസർ, നിഹാലിനെയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചാണ്, ഒന്നിച്ച് കളിച്ചവരവര്. ഇപ്പൊ എത്ര കോടിയാണ് മേടിക്കണത് അയ്മൻ അസർ? 1.5 കോടി രൂപക്ക് സൈൻ ചെയ്തേക്കണം. പൈസ കൊണ്ട് മാത്രം ജീവിക്കരുത്, അതിനുവേണ്ടി മാത്രം പറയണതല്ല. പക്ഷെ പൈസ അത്യാവശ്യമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ കുറേ സ്ട്രഗിളിംഗ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വിശാലമായ സ്ഥലത്തായിരിക്കും, ഇച്ചിരി ഇടുങ്ങിയ വഴി കൂടി നിങ്ങൾ ചെല്ലണത് വിശാലമായിരിക്കും. ഇപ്പൊ നിങ്ങൾ സുഖിച്ചിട്ട് ചെല്ലുന്നത് മുഴുവനും ഇടുങ്ങിയ വഴിയിലായി പോകും. ഇപ്പൊ ജീവിതത്തിൽ ഫുട്ബോള്, സ്പോർട്സ് എന്തൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രയും തരും. പരസ്പരം മര്യാദയോട് പെരുമാറുക, ഹംബിളാവുക. സാരല്ല, പോട്ടെ അമ്മ, എനിക്ക് നാളെ മേടിച്ചെന്നാൽ മതി. അവരൊരിക്കലും വിഷമിപ്പിക്കരുത്. അച്ഛനും അമ്മേനെയും വിഷമിപ്പിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് പല അപകടങ്ങളിൽ നിന്നും വിഷമിപ്പിക്കരുത്. വിഷമിപ്പിക്കാതിരുന്നാൽ പല അപകടങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവും, ഞാനാണ് ഇത് അനുഭവിച്ചതെന്ന്. ഒരു ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ഞാൻ പോയി, പാട്ടിയാലിൽ പോയി. ഡൽഹിയിൽ നിന്ന് എന്നെ ഒറ്റക്ക് വിട്ടു, അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ. ഭാഷ പോലും അറിയില്ല. മോളിലെ ബെർത്തിലായിരുന്നത്. ആ ബെർത്തിൽ നിന്ന് ഞാൻ താഴ്ത്തിറങ്ങിയാൽ എൻ്റെ ആ സീറ്റ് പോകും. 3 ദിവസം രാത്രിയും പകലും ഞാൻ അവിടെ ഇരുന്ന് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാതെ, യൂറിൻ പോലും പാസ് ചെയ്യാൻ പറ്റാതെ. അതൊക്കെ സഹിച്ചത് ഫുട്ബോളിന് വേണ്ടിയാണ്. അപ്പോൾ എന്ത് കുറവുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ എല്ലാ കുറവുകളും തികച്ച് മാറ്റി പഠിക്കാവുന്ന പരമാവധി ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യും മഹാരാജിൽ. വിദേശ അക്കാദമികളുടെ മാതൃകയിൽ നടത്തിവരുന്ന ലീഗിൽ നിരവധി കായിക താരങ്ങളാണ് ഉയർന്നു വരുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അക്കാദമിയിലെ വിദ്യാർത്ഥികളെ ജൂനിയർ സീനിയർ ക്ലബ്ബുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. അക്കാദമിയിലെ മുഖ്യ പരിശീലകൻ ശശി C സാന്റോസ്, അസിസ്റ്റന്റ് കോച്ച് അൻഷാദ്, KKFL രക്ഷാധികാരി ശ്രീനാഥ്, ട്രഷറർ രജിത, ക്ലബ്ബ് മാനേജേഴ്സ് എന്നിവർ പങ്കെടുത്തു. ഫുട്ബോളിനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഫുട്ബോളിനെ എങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് മറ്റെവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. മറ്റെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അന്ന് ഫുട്ബോൾ കളിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടും. അതാണ് സീന പറഞ്ഞ എൻ്റെ ചുരുക്കം. വിശപ്പ് അറിയില്ല, ദാഹം അറിയില്ല, മറ്റ് ദുർശീലങ്ങളിലേക്കൊന്നും പോകില്ല ഫുട്ബോളിനെ അതുപോലെ സ്നേഹിച്ചാൽ. ഇപ്പോൾ നമ്മുടെ പിള്ളേരിച്ച പലരും അങ്ങനല്ല. എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ അവിടെ പോവുക, ആരുടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ കേട്ടറിഞ്ഞ് പോവുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഫുട്ബോൾ കളിക്കാമെന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഇത് ജീവിതാനുഭവം കൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോളിനെ സ്നേഹിച്ചാൽ മാത്രമേ കിട്ടും. അത് കാറ്റ് നിറച്ച ഒരു ബോളാണ്, താഴെയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ പുറകെ പോകണം നമ്മൾ. അത് കഴിയുമ്പോൾ അത് നമ്മുടെ കൂടെ വരും. അങ്ങനെ വരണമെങ്കിൽ അതിനോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത, ചുമ്മാ പടം കാണിച്ചിട്ട് കാര്യമില്ല, അതിനോട് തോന്നണം. നമ്മൾ മനസ്സുകൊണ്ടാണ് അതിനെ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നിയാൽ ഈ പറയുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാം കിട്ടാവുന്നതിൻ്റെ മാക്സിമം മറ്റാർക്ക് കിട്ടാവുന്നതിൽ. ഇവിടെ ഉറക്കം കളഞ്ഞ് ഇരുന്ന് പഠിക്കുന്നവർ, IAS, IPS, ഇവരൊക്കെ കായിക താരം. ഉദാഹരണത്തിന് ഇപ്പോൾ സീനയൊക്കെ ചെന്നാൽ അവർ എഴുന്നേറ്റ് ഇന്ന് സീനയാണെന്ന് പറയും. പക്ഷേ ആ ഇരിക്കുന്ന IAS ആരാണെന്ന് അവിടെ ഇരിക്കുന്നവരാരെങ്കിലും പറയണമായിരിക്കുന്ന ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞു തരേണ്ടി വരും. വിജയനെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. അവരെല്ലാം പറയും, വിജയനാ വരുന്നുണ്ട്. പക്ഷേ ഒരു IAS വരുമ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയണം ഇന്ന ആളാണ്, പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ 40 കോടിയുടെ 40 ലക്ഷത്തിൻ്റെയൊക്കെ പറഞ്ഞു. അത് ഒരു എഗ്രിമെൻറ്റിൽ മാത്രമുള്ള എമൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും നമ്മൾ തുറന്ന് പറഞ്ഞുകൂടാന്ന എമൗണ്ട്. അതൊരു കോഡ് മാത്രമേ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി. ഡിപ്പാർട്ട്മെന്റ് തന്നെ B.Ed പഠിക്കാം. ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്കൂളുകളിൽ നമുക്ക് PT സാറായിട്ട് കയറാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കോഴ്സ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 7 മാസമായി. ഇപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ സീനാമിസിന്റെ അക്കാദമിയിലെ സീനാമിസിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ മോന്റെ ഈ പ്രായത്തിൽ മിസ്സിനൊപ്പം ഉണ്ടായതാ, ഞാനും ആ കോച്ചൊക്കെ ചെറുതിലേ തൊട്ട്. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് മാക്സിമം കൂട്ടുക, നിങ്ങൾ മാക്സിമം കളിക്കുക. കളിച്ചാലേ നിങ്ങൾ ഇനിയും നല്ല ഹൈറ്റിലേക്ക് എത്തുള്ളൂ. അല്ലെ? എല്ലാവർക്കും ഇന്ത്യ കളിക്കണം, ബ്ലാസ്റ്റേഴ്സിൽ കളിക്കണം, അല്ലെ ISL കളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാ. CD നെറ്റ് ന്യൂസ് കായംകുളം.